വിപ്ലവസൂര്യൻ വി.എസ്. അച്യുതാനന്ദന് കണ്ണീരോടെ വിട നൽകി. കേരള രാഷ്ട്രീയത്തിലെ അതികായനും ജനകീയ നേതാവുമായ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു. പോരാട്ടങ്ങളെ ജീവിതമാക്കി മാറ്റിയ ആ വിപ്ലവകാരിക്ക് കേരളം കണ്ണീരോടെ വിട നൽകുകയാണ്. 2025 ജൂലൈ 21 അദ്ദേഹത്തിന്റെ അന്ത്യം. പോരാട്ടങ്ങളുടെ കനൽവഴികൾ താണ്ടിയ ബാല്യം. 1923 ഒക്ടോബർ 20 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായാണ് വി.എസ്. ജനിച്ചത്. കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യം. 4-ാം വയസ്സിൽ അമ്മയെയും 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട വി.എസ്. അനാഥത്വത്തിന്റെ വേദനകൾ അനുഭവിച്ചറിഞ്ഞു. തുടർന്ന് 7-ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്താനും ജ്യേഷ്ഠന്റെ തുന്നൽക്കടയിൽ സഹായിയായി ചേരാനും അദ്ദേഹം നിർബന്ധിതരായി. രാഷ്ട്രീയത്തിലേക്ക്. ചെറുപ്പത്തിൽ തന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായി അടുത്ത വി.എസ്. 1939 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി. വെറും 17-ാം വയസ്സിൽ 1940 അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചു. തുടർന്ന് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പി. കൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്. 1946 ചരിത്രപ്രസിദ്ധമായ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത വി.എസ്. പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായി. സ്വാതന്ത്ര്യാനന്തരവും അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾക്ക് അവസാനമുണ്ടായിരുന്നില്ല. പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്ത് ഏറെക്കാലം ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്നു. ജനനായകനിലേക്കുള്ള വളർച്ച. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ CPIM രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച 32 നേതാക്കളിൽ ഒരാളായിരുന്നു വി.എസ്. 1980 മുതൽ 1992 വരെ 3 തവണ അദ്ദേഹം CPIM സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 1985 പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 7 തവണ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വി.എസ്. പലതവണ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു. 2001 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം, പ്ലാച്ചിമടയിലെ കുടിവെള്ള സമരം, മറയൂരിലെ ചന്ദനക്കൊള്ള തുടങ്ങിയ വിഷയങ്ങൾ പൊതുജനശ്രദ്ധയിൽ കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ ശക്തമായ ഇടപെടലുകളിലൂടെയാണ്. മുഖ്യമന്ത്രി പദവിയിൽ. 2006 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മിന്നുന്ന വിജയത്തിലേക്ക് നയിച്ച വി.എസ്. അച്യുതാനന്ദൻ കേരളത്തിന്റെ 20ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2006 മുതൽ 2011 വരെ നീണ്ട ഭരണകാലത്ത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട അദ്ദേഹം മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ദൗത്യം അദ്ദേഹത്തിന്റെ ഭരണത്തിലെ ശ്രദ്ധേയമായ നടപടികളിലൊന്നായിരുന്നു. നിലപാടുകളുടെ കരുത്ത്. അഴിമതിക്കെതിരെയും അനീതിക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച നേതാവായിരുന്നു വി.എസ്. ലളിതമായ ജീവിതശൈലിയും സാമൂഹിക ന്യായത്തോടുള്ള പ്രതിബദ്ധതയും അദ്ദേഹത്തെ ജനകീയനാക്കി. പാർട്ടിക്കുള്ളിൽ പലപ്പോഴും കടുത്ത വിമർശനങ്ങളും അച്ചടക്ക നടപടികളും നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം തന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്നു. 2016 മുതൽ 2021 വരെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി വഹിച്ച അദ്ദേഹം വാർദ്ധക്യ സഹജമായ അവശതകളെ തുടർന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച് തിരുവനന്തപുരത്തെ വസതിയിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു. സമരം തന്നെ ജീവിതമെന്ന പേരിട്ട ആത്മകഥ അന്വർത്ഥമാക്കുന്ന ജീവിതമായിരുന്നു വി.എസ്. അച്യുതാനന്ദന്റേത്. അദ്ദേഹത്തിന്റെ വിയോഗം കൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന അധ്യായത്തിനാണ് തിരശ്ശീല വീഴുന്നത്. തലമുറകൾക്ക് പ്രചോദനമാകുന്ന ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.